ആഗോള അയ്യപ്പ സംഗമത്തിൽ UDFന്റെ തീരുമാനം ഇന്നറിയാം. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി നിലപാട് പ്രഖ്യാപിക്കും. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തുറന്നു കാണിക്കണമെന്ന് ഇന്നലെ ചേർന്ന UDF യോഗത്തിൽ അഭിപ്രായമുയർന്നിരുന്നു. സാമുദായിക സംഘടനകളുടെ പിന്തുണ വിലയിരുത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, പ്രബല സാമുദായിക സംഘടനകളുടെ പിന്തുണ സർക്കാരിന് ദേവസ്വം ബോർഡിന് ലഭ്യമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്ത് നിലപാട് UDF എടുക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. UDFനകത്തും ഒരു രണ്ടഭിപ്രായം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് തീരുമാനം പ്രഖ്യാപിക്കാൻ. എന്താണ് വിവരങ്ങൾ? UDFന്റെ നിലപാട് എങ്ങനെയാവാനാണ് സാധ്യത? അറിഞ്ഞു. തീർച്ചയായും രജിത്ത, ആഗോള അയ്യപ്പ സംഗമത്തിൽ UDFന്റെ തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ആയിരിക്കും ഈ ഒരു നിലപാട് അറിയിക്കുക. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് തുറന്നു കാണിക്കണമെന്ന് ഇന്നലെ ചേർന്ന UDF യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു എന്നുള്ളത് കൃത്യമാണ്. സമുദായ സംഘടനകളുടെ പിന്തുണ വിലയിരുത്തിയ ശേഷമായിരിക്കും എന്തായാലും UDF ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇതിനായി UDF യോഗം പ്രതിപക്ഷ നേതാവിനെ തന്നെ VD സതീശനെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെങ്കിൽ ഈ ഒരു പിന്തുണ അയ്യപ്പ സംഗമത്തിന് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കടുത്ത നിലപാടിലേക്ക് പോകാൻ സാധ്യതയില്ല. അയ്യപ്പ സംഗമത്തിന് എല്ലാ സാമുദായിക സംഘടനകളുടെയും BJP ഒഴികെയുള്ള അല്ലെങ്കിൽ ഹൈന്ദവ ചില സംഘടനകളുടെ ഒഴികെയുള്ള എല്ലാ സംഘടനകളുടെയും SNDPയുടെയും NSSന്റെയും ഒക്കെ തന്നെ പിന്തുണ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ ഒരു എതിർത്ത നിലപാട് അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിനെ അത് വല്ലാണ്ട് ബാധിക്കും. വിശ്വാസികളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും ഒരു തീരുമാനം. എങ്കിൽ പോലും ഈ സർക്കാരിന്റെ നിലപാടിനെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ പോലും അത് കൃത്യമായ ഒരു പ്രതിഷേധം കൂടി പ്രകടിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് UDFന്റെ നിലപാട് അറിയിക്കും. ഈ വിഷയത്തിൽ പ്രതിപക്ഷം കടുത്ത നിലപാടുകളിലേക്ക് കടക്കില്ല എന്നുള്ള സൂചനകളാണ് വരുന്നത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.